ദീപം തെളിയിക്കുവാൻ സന്മനസ് കാണാൻ ഞങ്ങൾ ആദ്യം തന്നെ ചെന്ന് കളക്ടറേറ്റിൽ ചെന്ന് കാണുകയും തീർച്ചയായും ഈ ചടങ്ങിന് ഞാൻ വരുമെന്ന് അസന്നിഗ്ധമായി നേരിട്ട് പറയുകയും ഞങ്ങൾ തിരിച്ച് PR അടക്കം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വന്ന് ലോ ഓഫീസറെ കാണുമ്പോൾ പറഞ്ഞെങ്കിൽ സാർ തീർച്ചയായും വന്നിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ കാവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്ന് അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ ആ മനസ്സിനെ തീർച്ചയായും ഈ ചടങ്ങിന് ഞാൻ എത്തിയിരിക്കുമെന്നുള്ള ആ വലിയ മനസ്സ് വളരെ വലുതാണ്. കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ. ഇതൊരു റിസർവ് ഫോറസ്റ്റിന്റെ സമീപ പ്രദേശത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. മുകളിലായിട്ട് പബ്ലിക് റോഡാണ്, താഴെ പരിപാവനവും പരിശുദ്ധമായ കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും പരിപാവനമായ അച്ചൻകോവിലാറാണ്. ഇത്രയും പരിമിതമായ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ കാവിന്റെ പ്രവർത്തനങ്ങൾ ദൈനംദിനം പ്രവർത്തിച്ചു പോകുന്നത്. ഈ കാവിന്റെ സ്ഥലപരിമിതിയും അതുപോലെ ഇതിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോകുക എന്നുള്ള ഒരേ ഒരു കടമ മാത്രമാണ് കാവ് ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മരത്തണലും ഈ കാവും ഈ പരിശുദ്ധിയും ഈ പ്രകൃതി സൗന്ദര്യത്തിന് ഒരു കോട്ടവും തട്ടാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇത് വരും തലമുറകൾക്ക് ഇത്തരത്തിലൊരു ആചാരം, ഇത്തരത്തിലൊരു അനുഷ്ഠാനം ഇവിടെ ഉണ്ടായിരുന്നു. ഊരാളി ശ്രേഷ്ഠന്മാർ പടുത്തുയർത്തിയ വെറ്റിലയും അടയ്ക്കയും താമ്പൂലവും അതുപോലെ ഉള്ള സാധനങ്ങൾ വെച്ച്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ വെച്ച് പൂജിച്ചാൽ വിളി കേൾക്കുന്ന ഒരു അപ്പൂപ്പൻ ഇവിടെ ഉണ്ട്, കല്ലേരി ഊരാളി അപ്പൂപ്പൻ. അതുപോലെ കരിക്ക്, പരിശുദ്ധമായ കരിക്കും അതുപോലെ നെൽവിത്തും അതുപോലെ നെൽക്കതിരും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ പൂജകൾ നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിയ ഒരു കാവാണ് കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവ്. അപ്പൂപ്പൻ കാവ് ഈ പ്രദേശം അരുവാപ്പുരം കോന്നി പ്രദേശം പ്രകൃതി രമണീയമാണ്. ഇവിടെയൊക്കെ അരി വിളഞ്ഞ നാടാണെന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഇവിടെ കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ഈ നദിയുടെ ഇരുവശങ്ങളിലും പ്രകൃതി രമണീയത കൊണ്ടും അതുപോലെ ഈ ജന്തുജീവജാലം കൊണ്ട് സമൃദ്ധമാണ്. ഇവിടെ വരുമ്പോഴുണ്ടാവുന്ന പോസിറ്റീവ് എനർജി, ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ പ്രകൃതിയോടുള്ള സ്നേഹം, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ സന്തോഷങ്ങളും ഒക്കെ അപ്പൂപ്പനോട് ഷെയർ ചെയ്തു പോകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം തുറന്നാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരിക്കലും നടയടയ്ക്കാറില്ല. ഊരാളി സ്റ്റേഷൻ ശ്രീ ഭാസ്കരൻ ഊരാളി ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനയോട് വിളിച്ച് അപേക്ഷിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില രഹസ്യഭാവങ്ങളുള്ള കാര്യങ്ങൾ അടുത്ത് നിൽക്കുന്നവർ കേൾക്കുമല്ലോ എന്നുള്ള ഒരു ചെറിയ പിണക്കമൊക്കെ ഉണ്ടാകാം. എങ്കിൽ തന്നെയും അതൊന്നും മനസ്സില്ലാതെ അപ്പൂപ്പനോടാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചരിത്രത്തിന്റെ താളുകളിൽ കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവിന് ഒട്ടനവധി കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ആധിപത്യത്തിലിരുന്ന സമയത്തും ഇവിടെ കല്ലേരി ഊരാളി അപ്പൂപ്പൻ ആരാധന നടത്തിയിരുന്നു. അതുപോലെ രാജഭരണ സമയത്തും ഇവിടെ കല്ലേരി ഊരാളി അപ്പൂപ്പൻ ആരാധന നടത്തിയിരുന്നു. ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് വഴിമാറി നിൽക്കുമ്പോൾ ഇപ്പോഴും ഈ ആരാധന തുടർന്നു കൊണ്ടുപോവുകയാണ്. ഞാൻ മുമ്പ് സൂചിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന, ജന്തുജീവജാലങ്ങളെ സ്നേഹിക്കുന്ന, മാനവകുലത്തിന്റെ സംരക്ഷകനായി, പ്രകൃതിയുടെ സംരക്ഷകനായി നിലകൊള്ളുന്ന കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവിന്റെ ഈ ചൈതന്യം അത് കൂടുതൽ പ്രദേശങ്ങളിലും കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകുവാൻ, മറയ്ക്കപ്പെട്ട അപ്പൂപ്പന്റെ ചരിത്രങ്ങളും സംഹിതകളും അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യമാർന്നത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെയും ഉണ്ടാകണമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ധന്യമാർന്ന ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ പ്രിയങ്കരനും ആദരണീയമായ പത്തനംതിട്ടയുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ IAS അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധനായ പത്തനംതിട്ട കളക്ടർ നമ്മുടെ സുരക്ഷിതീകരണ ദീപം നൽകിയ ദീപം സർവ്വപൂരിതമാണ്. നമ്മൾ ദീപം തെളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ അകറ്റി വെളിച്ചത്തെ വലിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ദീപം തെളിക്കുക എന്ന ധർമ്മം. പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത ഓരോ മത വ്യക്തിത്വങ്ങളും ഓരോ ദീപങ്ങളിലേക്ക് വന്ന് തെളിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥികളെ പങ്കെടുത്തവര് കളക്ടറുടെ ഓരോ അതിഥികളും ദീപം തെളിക്കുകയാണ്. ദീപം തെളിക്കുന്നത് കല്ലേരി ഊരാളി അപ്പൂപ്പൻ തിരുസനത്തിലെ ഊരാളി അപ്പൂപ്പൻ ചിലവർക്ക് കല്ലേരി അമ്മമാർ സങ്കല്പത്തെ പ്രാധാന്യം ചെയ്തുകൊണ്ട് ദീപം തെളിച്ചുകൊണ്ട് പൊതുദീപ പ്രകാശന ചടങ്ങ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്.
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കല്ലേലി ആദിത്യ പൊങ്കാലയ്ക്ക് ഭദ്രദൈവം തെളിയിച്ച് ധന്യമാക്കുവാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലയുടെ കളക്ടർ ശ്രീ പ്രിയകൃഷ്ണൻ IAS അവർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഭദ്രദൈവത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ശ്രീ മഞ്ജു വിനോദ്, പ്രിയപ്പെട്ട സിനിമാ താരം ശ്രീ അഞ്ജലി നായർ, പരമ്പൊരുളെ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്ന് ഏക മനസ്സായി നമിക്കുന്നു പരമ്പൊരുളെ കരുണാനിധിയേ കാരുണ്യവാരിധേ കല്ലേലി വാസ കൈതൊഴുന്നേ ഒരിക്കൽ കൂടി ഈ മണ്ണിൽ എത്തുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. പ്രിയപ്പെട്ട എല്ലാവരെയും അപ്പൂപ്പനും അമ്മമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മതിവനായിട്ടുള്ള കല്ലേലി മുരാളിയപ്പന്റെ പുണ്യപൂങ്കാവനത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രസിദ്ധമായ കല്ലേലി ആദിത്യ പൊങ്കാലയ്ക്ക് അടുപ്പിന്റെ പൂജ സമർപ്പിച്ചുകൊണ്ട് അടുപ്പിലേക്ക് മൺകലം പൊങ്കാലയ്ക്കായി പൂജിച്ച മൺകലം പൊങ്കാലടുപ്പുകളിലേക്ക് സമർപ്പിക്കുകയാണ്. പൊങ്കാലടുപ്പിൽ പൂജ ചടങ്ങുകളോടുകൂടി ദീപം തെളിച്ചു കഴിഞ്ഞു. പൊങ്കാലടുപ്പിലെ ദീപം തെളിച്ചു കഴിഞ്ഞു. ദേവദേവി സങ്കല്പം സൂര്യദേവൻ കിഴക്കുമലയപ്പന്റെ തിരുമുറ്റത്തിത തുടക്കം കുറിച്ചിരിക്കുകയാണ്. പൊങ്കാല സമർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ട് കാത്തു നിൽക്കുന്ന ഭക്തങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഭണ്ഡാര അടുപ്പിൽ ദീപം തെളിച്ചിരിക്കുകയാണ്. ഇരുന്നുള്ള ജ്വാല നിങ്ങളുടെ ഭാഗത്തുള്ള അടുപ്പുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഭണ്ഡാര അടുപ്പിൽ നിന്നുള്ള ജ്വാല മറ്റോരോ പൊങ്കാല അടുപ്പുകളിലേക്ക് എത്തിച്ചേരും.
കല്ലേരി സാംസ്കാരിക സദസ്സിന്റെ പൊതുദീപ പ്രകാശനം ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി മറ്റ് വിശിഷ്ട അതിഥികൾ ഓരോരുത്തരായി പത്രമായി ചടങ്ങിന്റെ കൈമാറും. കല്ലേരി സാംസ്കാരിക സദസ് കല്ലേരി ഊരാളി തിരുച്ചെറിയുടെ ചൊല്ലിയോ ഊരാളി മൂപ്പൻ വേദിയിലേക്ക് എത്തിക്കുകയും തുടർന്നത് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ്, ബഹുമാനായ കെ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി രാജീവ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ CS സോമൻ, ശ്രീ സൂരജ്, സലീം കുമാർ, പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരന്മാർ, ആദ്യമായി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് രാജ്യം മുഴുവൻ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാശ്മീരിലെ നമ്മുടെ സഹോദരന്മാര് വിനോദയാത്രയ്ക്ക് പോയവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരനുണ്ട്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് 10-ാം ഉദയമാണ്. 10-ാം ഉദയം എന്ന് പറയുന്ന അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്, മാഡം 1-ാം തീയതി മുതൽ എൻ്റെ പിതാവ് ഓടി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഓർത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു കർഷകനായി ഓരോ വിളകളും നടന്നതിന് വേണ്ടി തയ്യാറാക്കി വെക്കുന്ന പ്രക്രിയ. മേടം 10-ന് എല്ലാം തന്നെ അദ്ദേഹം നടുമായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പം മുതൽ 10-ാം ഉദയം എന്നുള്ളത് വളരെ വിശിഷ്ടമായിട്ടുള്ള ദിവസമായിട്ടാണ് ഞാൻ എന്നും മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. പല നല്ല കാര്യങ്ങളും ആരംഭിക്കുന്നത് ആ ദിവസമാണ്. അതുകൊണ്ട് ഈ 10-ാം ഉദയം തീർച്ചയായും എൻ്റെ ഗുരു O രാജഗോപാല അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, സർവചരാചരങ്ങളും മനുഷ്യരും ജീവികളും പ്രകൃതിയും വൃക്ഷങ്ങളും ലതാകളും എല്ലാം തന്നെ വൃക്ഷലതാകളെല്ലാം തന്നെ സന്തോഷത്തിൽ ജീവിക്കണം. അങ്ങനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നത് ഒരു ദൈവാരാധനയാണ്. വസുദൈവ കുടുംബകം. എനിക്ക് മനസ്സിലായില്ല എന്താണ് പറഞ്ഞതെന്ന്. അദ്ദേഹം മനുഷ്യരുടെ കാര്യം പറഞ്ഞു. ദൈവവിശ്വാസികളായിട്ടുള്ള മനുഷ്യരെല്ലാം തന്നെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അതൊരു ദേവാരാധനയാണ്. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കൊരു ദൈവമുണ്ട്, നീ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ ദൈവത്തെ നീ പൂജിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ പൂജിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം അവരുടെ ദൈവങ്ങളെ പൂജിക്കുന്നു. പക്ഷേ എല്ലാവരും ഒരു കാര്യം പറയും, ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ എന്നോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒരു സംശയമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ഒരു ദൈവത്തിന്റെ മക്കളല്ലേ നമ്മളെല്ലാവരും. ഏത് ദൈവമായിക്കോട്ടെ, നിങ്ങൾ വിളിക്കുന്ന, നീ പേര് വിളിക്കുന്ന ദൈവം, നീ ദൈവത്തിന്റെ ഒരു പേരിട്ടിട്ടുണ്ട്, ഞാൻ ദൈവത്തിന്റെ ഒരു പേരിട്ടിട്ടുണ്ട്, മറ്റുള്ളവര് ദൈവത്തിന് അവരുടേതായിട്ടുള്ള പേരിട്ടിട്ടുണ്ട്. ഒരു ദൈവത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നമ്മൾ വിളിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ആരാധനയാകുന്നത്? ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ സ്നേഹത്തോടും ബഹുമാനത്തോടും ജീവിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ സന്തോഷമാണ്. അതിനുവേണ്ടിയല്ലേ, ദൈവപ്രീതിക്ക് വേണ്ടിയല്ലേ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് ജീവിച്ചാൽ
ആ ദൈവത്തിന് സന്തോഷമാകും, ദൈവപ്രീതിയാകും. ദൈവപ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ദൈവപ്രീതി. ഇതുപോലെ തന്നെയാണ് ജീവികളും, അതുപോലെ തന്നെ പ്രകൃതി. ഏറ്റവും അപാരമായിട്ടുള്ള സ്രോതസ് സൂര്യനാണ്. സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന, ബലവാനായി നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് 10-ാം ഉദയത്തിന് ഇത്രയും പ്രസക്തി വന്നത്. 10-ാം ഉദയത്തിൽ തുടങ്ങുന്നതെല്ലാം നല്ലതായിട്ട് വരുമെന്ന് പൗരാണിക കാലം മുതലേ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസമാണ്. അതൊരു പഴഞ്ചൻ അന്ധവിശ്വാസമല്ല. അതിന് യുക്തിയുണ്ട്, അതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനമുണ്ട്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും പല പേരുകളിലായിട്ട് ഇതുപോലെ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ 10-ാം ഉദയം എന്ന് പറയുന്നത് പോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും വടക്കേ ഇന്ത്യയിലും എല്ലാം ഈ ദിവസം വളരെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. കർഷകർ വിത്തിടാൻ ഉപയോഗിക്കുന്നു, കുട്ടികളെ പുതിയ പാഠം പഠിക്കാൻ അല്ലെങ്കിൽ പുതിയ അധ്യയനം തുടങ്ങാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ ദിവസത്തെ വളരെയധികം പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഇവിടെ ജോർജ് കുര്യനും അതുപോലെ സലീം കുമാർ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വലിയ വലിയ സമ്പന്നന്മാർ നടത്തുന്ന ക്ഷേത്രം, മഹാപണ്ഡിതന്മാർ നടത്തുന്ന ക്ഷേത്രം, ഉന്നത കുലജാതന്മാരായിട്ടുള്ള ആൾക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്ഷേത്രങ്ങളിലും പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ സമീകൃതമായിട്ടുള്ള ഒരു ആരാധനാ രീതി ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ അവര് അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ അന്നദാനമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ സകല ചരാചരങ്ങളെയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു ക്ഷേത്രം. മനുഷ്യർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവജാലത്തിനോ വേണ്ടി മാത്രമല്ല, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ നന്മ, അവരുടെ സന്തോഷം, അതുവഴി ഈശ്വര ചൈതന്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചുകൊണ്ട് ആരാധന നടത്തുന്ന ഇത്രയും സമീകൃതമായിട്ടുള്ള, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഇതുവരെ പോകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സംവിധാനങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കല്ലേലി അപ്പൂപ്പൻ കാവിന്റെ പ്രശസ്തി ലോകം മുഴുവൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ പ്രശസ്തിക്ക് അനുസരിച്ചുള്ള
സൗകര്യങ്ങൾ ഇവിടെയില്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അപ്പൂപ്പന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.